ലയണൽ മെസ്സിയെ പോലെ ഒരു ലോകോത്തര താരത്തെ തളയ്ക്കുക സ്പെയിൻ അത്ര എളുപ്പമല്ലെങ്കിലും നിലവിലെ സ്പെയിന്റെ കടുത്ത പ്രതിരോധം മെസ്സിക്ക് വെല്ലുവിളി സൃഷ്ടിക്കും. ഈ ലോകകപ്പിൽ ഒരു ഗോൾ മാത്രമേ സ്പെയിൻ വഴങ്ങിയിട്ടുള്ളൂ. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതാണ് 2-1 ജയം എന്നൊക്കെ പറയുമ്പോൾ ഇതുവരെ ആകെ ഒരു ഗോൾ മാത്രം വഴങ്ങിയിട്ടുള്ള സ്പെയിന് ഇത്തവണ വേണമെങ്കിൽ അർജന്റീനയ്ക്ക് മുന്നിൽ ഒരു കോട്ട കെട്ടിപ്പിടിച്ച് നിൽക്കാവുന്നതേ ഉള്ളൂ. അപ്പോ സ്പെയിൻ ഇനി എങ്ങനെയാണ് ഇന്നത്തെ കളിയിൽ എങ്ങനെയായിരിക്കും അവരുടെ പ്രതിരോധം നോക്കാം അല്ലെ? നമുക്കറിയാം, തുടക്കത്തിൽ മെസ്സി സ്ട്രൈക്കറുടെ റോളിലായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. എന്നാൽ ആദ്യ പകുതിയിൽ തന്നെ ഗോൾ നേടാനായിരിക്കും മെസ്സിയുടെയും സംഘത്തിന്റെയും ശ്രമം. ഇവിടെ മെസ്സി റോഡ്രി പോരാട്ടത്തിന് ഒരുപക്ഷെ നമ്മൾ സാക്ഷ്യം വഹിക്കും. ലോകത്തെ ഏറ്റവും മികച്ച ഡിഫൻസീവ് മിഡ്ഫീൽഡർമാരിൽ ഒരാളാണ് സ്പെയിൻ്റെ റോഡ്രി. ഫ്രാൻസുമായുള്ള സെമി ഫൈനൽ മത്സരത്തിൽ നമ്മളത് കണ്ടതാണ്. ഒലീസിയെയും എംബാപ്പയെയും റോഡ്രി എങ്ങനെയാണ് മാർക്ക് ചെയ്തതെന്ന് നമ്മൾ പ്രത്യേകം അറിഞ്ഞതാണ്. അപ്പോൾ ആ കളിമുഖവ് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് ഇത്തവണ ആവർത്തിക്കുമോ അർജന്റീനയ്ക്കെതിരെ മെസ്സിക്കെതിരെ അദ്ദേഹം എന്നാണ് കാണേണ്ടത്. അർജന്റീനയുടെ മിഡ്ഫീൽഡിൽ നിന്ന് മെസ്സിയിലേക്ക് എത്തുന്ന പാസ് തടയുകയായിരിക്കും റോഡ്രിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യവും. തീർച്ചയായും. അപ്പോൾ നമുക്ക് എന്തായാലും റോഡ്രി മെസ്സി ഒരു ടൈറ്റ് ടു ടൈറ്റ്, നെക്ക് ടു നെക്ക് അല്ലെങ്കിൽ ഫേസ് ടു ഫേസ് ഒരു പോരാട്ടം നമുക്ക് കാണാം. അത് തന്നെയാണ് ആദ്യഘട്ടത്തിൽ ഒരു പ്രധാന സവിശേഷത. ഇന്നത്തെ മത്സരത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഫേസ് ടു ഫേസ് പോരാട്ടം റോഡ്രി വേഴ്സസ് മെസ്സി തന്നെയാണ്. ഇനി അടുത്തത് എന്താണ്? മെസ്സിക്ക് സ്പെയിൻ ബോക്സിനുള്ളിൽ സ്പേസ് നൽകാതിരിക്കാനും റോഡ്രി ശ്രമിക്കും. അതാണ് നമ്മൾ കണ്ടിട്ടുണ്ട് ഈ സ്പെയിൻ താരങ്ങൾ പല പൊസിഷനുകളിൽ മാറി മറിഞ്ഞ് കളിക്കുന്ന കളി. ഒപ്പം തന്നെ വിങ്ങിലൂടെയുള്ള ഒരു കുതിപ്പ് അത് കഴിഞ്ഞ കളിയിലൊക്കെ നമ്മൾ കണ്ടാണ്. പോലെയാണ് ഒരാൾ ഒറ്റയ്ക്ക് പന്തെടുത്ത് പോകുന്നതല്ല സ്പെയിന്റെ രീതി. ഒരു 3 പേർ ചേർന്ന് ഇങ്ങനെ മുന്നോട്ട് പോകുന്നതാണ് സ്പെയിന്റെ രീതി. ടീം പ്ലേ ആണത്. അപ്പോ ഇന്ന് എൻസോ ഫെർണാണ്ടസ്, അതുപോലെ തന്നെ മാക്കാലിസ്റ്റർ, ഡീപോൾ എന്നിവരുടെ സഹായത്തോടെ റോഡ്രിയുടെ പ്രസിംഗിനെ മറികടക്കാൻ മെസ്സിക്ക് സാധിച്ചാൽ സ്പെയിന്റെ പ്രതിരോധം, ആ പ്രതിരോധ കോട്ട, ഗോൾ വഴങ്ങാൻ മടിയുള്ള, ഗോൾ സ്വീകരിക്കാൻ അല്ലെങ്കിൽ ഗോൾ വഴങ്ങാൻ പിശുക്കുള്ള സ്പെയിന്റെ പ്രതിരോധ കോട്ട തകർക്കാനാവും. അതിനാവും അർജന്റീനയുടെ ശ്രമം ഉണ്ടാവുക. വേറൊരു തന്ത്രമുള്ളത് ഫിസിക്കൽ ചലഞ്ചിലൂടെ അത് മെസ്സിയെ തടയാൻ റോഡ്രി ശ്രമിക്കും എന്നതാണ്. പ്രീമിയർ ലീഗിലും ചാമ്പ്യൻസ് ലീഗിലും അടക്കം പല പ്രധാന താരങ്ങളെയും മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടി മാർക്ക് ചെയ്ത് പരിചയമുള്ള റോഡ്രിയാണ് മെസ്സിക്കെതിരെ ഇറങ്ങുന്നത്. അതുകൊണ്ട് അതേ തന്ത്രം അദ്ദേഹം ഇത്തവണ മെസ്സിക്കെതിരെ പുറത്തിറക്കാനുള്ള സാധ്യതയും ഉണ്ട്. പക്ഷേ എനിക്ക് അതിനകത്തൊരു എതിരഭിപ്രായമുണ്ട്. കഴിഞ്ഞ കളിയിൽ, അതായത് ഇംഗ്ലണ്ടിനെതിരായ കളിയിൽ, ഞാൻ തമാശക്കെങ്കിലും പറഞ്ഞത് ഗുണ്ടാത്തരവിൽ തമ്മനും ഷാജിയുടെ സംഘമായിട്ടാണ് അർജന്റീന കളിച്ചത് ആദ്യത്തെ 20 മിനിറ്റ്. അതെ, ആദ്യം നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഒരു മെന്റൽ ഗെയിം കൂടിയായിരുന്നു. വേണമെങ്കിൽ കളി എടുക്കാൻ അർജന്റീനയ്ക്ക് മടിയില്ല. ലാറ്റിൻ അമേരിക്കൻ ടീമുകൾ അങ്ങനെയാണ്. നമ്മൾ പരാഗ്വേ ഫ്രാൻസിനെ നമ്മൾ കണ്ടു, അർജന്റീന ഇംഗ്ലണ്ടിനെ നമ്മൾ കണ്ടു. അതുകൊണ്ട് അതിനും റെഡിയാണ്. അപ്പൊ ആ കഴിഞ്ഞ കളിയിലെ അർജന്റീനയുടെ ഒരു സ്വഭാവം നോക്കിയാൽ അല്ലെങ്കിൽ ഒരു ആറ്റിറ്റ്യൂഡ് നോക്കിയാൽ ഇത്തവണ നമ്മൾ ഈ പറഞ്ഞ പോലെ ആയിരിക്കില്ല. റോഡ്രി പ്രസ് ചെയ്യുമോ അല്ലെങ്കിൽ റോഡ്രി പുഷ് ചെയ്യുമോ അതിനു മുമ്പ് തന്നെ മെസ്സിയും സംഘവും റോഡ്രിയെ സംഘത്തിനെയും പുഷ് ചെയ്യുമെന്നതാണ്. കാത്തിരുന്ന് കാണാം ഏതാവും തന്ത്രമെന്ന്. ഇനി മറ്റൊരു ആംഗിളിൽ ചിന്തിച്ചാൽ സ്പെയിൻ ഫൈനലിൽ ആദ്യം ലീഡ് എടുത്തെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ അതായത് ആദ്യ ഗോൾ എടുക്കുന്നത് ലീഡ് അർജന്റീനയ്ക്ക് പുത്തരിയല്ല, അല്ല, അത് വിഷയമില്ല. ഇതിപ്പോ കഴിഞ്ഞ കുറച്ച് കളികളല്ലേ. അപ്പോ ആദ്യം ലീഡ് എടുത്തെന്ന് കരുതുക. അങ്ങനെയെങ്കിൽ മുമ്പ് പല മത്സരങ്ങളിലും കണ്ട പോലെ മെസ്സി സ്വാഭാവികമായും 70 മിനിറ്റിന് ശേഷം റൈറ്റ് വിങ്ങിലേക്ക് മാറും. സ്ട്രൈക്കറായി കളിക്കുന്ന മെസ്സിയേക്കാൾ വിങ്ങറായി കളിക്കുന്ന മെസ്സിയാണ് പേടിക്കേണ്ടതെന്ന് അർജന്റീന ആരാധകർ പറയാറുണ്ട്. നമ്മൾ കഴിഞ്ഞ കളിയിൽ അത് കണ്ടതാണ്. എൻസോ ഫെർണാണ്ടസിന് കൊടുക്കുന്നു, അതുപോലെ തന്നെ എമിലിയാനോ മാർട്ടിനസിന് കൊടുക്കുന്നു. അങ്ങനെ ഗംഭീര ക്രോസുകളും ഗംഭീര അസിസ്റ്റുകളും നമ്മൾ കഴിഞ്ഞ കളിയിൽ കണ്ടതാണ്. അപ്പോൾ റൈറ്റ് വിങ്ങിലേക്ക് മെസ്സി മാറിയാൽ, കളം മാറ്റിയാൽ കടുത്ത പരീക്ഷണമാകും നേരിടേണ്ടി വരിക സ്പെയിൻ പ്രതിരോധത്തിന്. അത്തരത്തിലൊരു തന്ത്രത്തിന് സാധ്യതയുണ്ട്. കാരണം അവിടെ മെസ്സിയെ കാത്തിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും മികച്ച ഫുൾ ബാക്കുകളായ മാർക്ക് കുക്കറയാണ്. കുക്കറയെ നമ്മൾ മുമ്പ് പറഞ്ഞു, അങ്ങ് മൂലയ്ക്ക് നിങ്ങേ മൂല വരെ ഒറ്റ ഓട്ടമാണ്. പക്ഷേ അയാളുടെ സാന്നിധ്യം എല്ലായിടത്തും ഉണ്ട്. അതാണ് സ്പെയിൻ പ്ലെയേഴ്സിന്റെ ഒരു പ്രത്യേകത. അവരുടെ പൊസിഷനിങ് എവിടെയാണെന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയില്ല. ഒരു താരത്തെ ഇവിടെ പ്രതീക്ഷിച്ചാൽ നിന്ന നിപ്പിൽ കണ്ണ് ചിമ്മി തുറക്കുമ്പോഴത്തേക്ക് അപ്പുറത്തെ സൈഡിലായിരിക്കാം. അത്തരത്തിൽ പൊസിഷൻ മാറി കളിക്കും. പക്ഷേ മാർക്കിങ്ങിൽ ഒരു വിട്ടുവീഴ്ച ഉണ്ടാകുകയില്ല. സ്പെയിൻ എടുക്കുമ്പോൾ അവിടെ ഏറ്റവും വിശ്വസ്തനായ പ്രതിരോധ താരമാണ് കുക്കുറയ. അഗ്രസീവായ പ്രസ് ചെയ്യാനും മാർക്ക് ചെയ്യാനും കുക്കുറയ്ക്ക് സാധിക്കും എന്നതാണ്. അത് നമ്മൾ കഴിഞ്ഞ കളിയിൽ ഫ്രാൻസിനെതിരെ കണ്ടതാണ്, നമ്മൾ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ കണ്ടതാണ്. ഇനി ഇതാ റയൽ മാഡ്രിഡിൽ നമ്മൾ കാണാൻ പോവുകയാണ്. തീർച്ചയായും. അപ്പോൾ റോഡ്രി വേഴ്സസ് മെസ്സി മാത്രമല്ല, മെസ്സി വേഴ്സസ് കുക്കുറയ ഒരു കളി കൂടി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതായത് ഇന്നലത്തെ കഴിഞ്ഞ തവണത്തെ കളിയിൽ കുക്കുറയുടെ അത്തരത്തിലുള്ള ചില പ്രസിംഗ് മൂവ്സും ചില ഫൗളിലേക്ക് വരുന്ന തരത്തിലുള്ള അങ്ങനെ അറ്റാക്കിങ് അഗ്രസീവായ മൂവ്മെന്റ്സും ഒക്കെ കണ്ടതാണ്. അത് ഇത്തവണ മെസ്സിക്കെതിരെ പുറത്തെടുത്താൽ മെസ്സി പട, അർജന്റീന എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് ഞാൻ മെസ്സി പട എന്ന് തന്നെ വിശേഷിപ്പിക്കും. മെസ്സിയെ കഴിഞ്ഞ തവണ പുഷ് ചെയ്യുമ്പോൾ
ഇംഗ്ലണ്ട് പ്ലേയേഴ്സിന് ചുറ്റും വട്ടം കൂടുന്ന അല്ലെങ്കിൽ അവരെ വെല്ലുവിളിക്കുന്ന ചലഞ്ച് ചെയ്യുന്ന അർജന്റീന ടീമങ്ങളെ നമ്മൾ കണ്ടതാണ്. അത്തരത്തിലൊരു കാഴ്ച കാണേണ്ടി വരുമോ? കുക്കുറയ മെസ്സിയെ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിച്ചാൽ അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു പുഷിംഗ് ഡിഫൻസിലേക്കൊക്കെ പോയാൽ അർജന്റീനയുടെ തന്ത്രം എന്തായിരിക്കും? അതെ, അപ്പോ ഇവിടെ അർജന്റീന മറ്റൊരു തന്ത്രം പുറത്തെടുക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ പല സാധ്യതകൾ ഇങ്ങനെ വരികയാണ്. അപ്പോ വിങ്ങിൽ നിന്ന് മധ്യനിരയിലേക്ക് ഇൻഫീൽഡ് ചെയ്ത് കയറാനായിരിക്കും മെസ്സി ശ്രമിക്കുക. മെസ്സിയുടെ ക്രിയേറ്റീവ് പാസുകൾ ഇവിടെ അപകടം വിതയ്ക്കും. നമുക്കറിയാം, വിങ്ങിലൂടെ മാത്രമല്ല കളിക്കുക, മിഡിലൂടെ കളിക്കുന്ന ഒരു കളി കൂടിയുണ്ട്. കഴിഞ്ഞ ദിവസത്തെ ലോങ് റേഞ്ചർ ഗോളൊക്കെ അത്തരത്തിൽ വന്നതാണ്. അപ്പോൾ ക്രോസുകൾ മാത്രമല്ല, ലോങ് റേഞ്ചർ ഷോട്ടുകൾക്കും സാധ്യതയുണ്ട്. യൂലിയൻ അൽവാരസിനെ പോലെയുള്ള വേഗതയുള്ള താരങ്ങൾ, ഓടി നിൽക്കുന്ന താരങ്ങൾ, ലോങ് റേഞ്ചറുകൾ എടുക്കുന്ന താരങ്ങളൊക്കെ ഉണ്ട്. അപ്പോ അതും പ്രതീക്ഷിക്കാം സ്പെയിന്. ഈ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ഇൻസെപ്ഷനുകൾ, അതായത് പന്ത് തട്ടിയെടുക്കുക, അത് നടത്തിയിട്ടുള്ള മിടുക്ക് കാണിച്ചിട്ടുള്ള താരമാണ് കുക്കുറയ. ഇത് അർജന്റീനയ്ക്ക് വിങ്ങിൽ വലിയ വെല്ലുവിളി സൃഷ്ടിക്കുമെന്ന് തന്നെയാണ് നമ്മൾ ഈ മത്സരം വിലയിരുത്തുമ്പോൾ മത്സരത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതാണ്. എന്നാൽ ടാക്ടിക്സ് ഫൗളിലേക്ക് നീങ്ങിയാൽ ബോക്സിന് പുറത്ത് അർജന്റീനയ്ക്ക് ഫ്രീ കിക്ക് ലഭിക്കാനുള്ള സാധ്യതയും ഉണ്ട്. അതുകൊണ്ട് കരുതലോടെയായിരിക്കും തന്റെ തന്ത്രങ്ങൾ അദ്ദേഹം പുറത്തെടുക്കുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.